പ്രളയ ദുരിതാശ്വാസ സഹായവുമായി ലഭിച്ച തുക തിരിച്ചടക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് ഉപരോധിച്ച് മുസ്ലിം യൂത്ത് ലീഗ്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധന സംഘർഷം ഓഫീസിനകത്ത് കുത്തിരിപ്പ് സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 2029 പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് സർക്കാർ സഹായവുമായി ലഭിച്ച 20,000 രൂപയിൽ 10,000 രൂപ തിരിച്ചടക്കണമെന്ന തിരൂരങ്ങാടി തഹസിൽദാറുടെ നോട്ടീസിനെതിരെയായിരുന്നു യൂത്ത് ലീഗ് പ്രതിഷേധം. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റഫ്സാഖിന്റെ നേതൃത്വത്തിൽ 10 മണിയോടെ ഓഫീസിന് മുന്നിൽ കുത്തിരിപ്പ് സമരം തുടങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസംഗത്തിനു ശേഷം തിരൂരങ്ങാടി തഹസിൽദാർ ഇറങ്ങിയ നോട്ടീസ് കീറിപ്പറിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഇതിനുശേഷം പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് കയറി തഹസിൽദാറുടെ ചേംബറിൽ മുന്നിൽ കുത്തിരിപ്പ് സമരം ആരംഭിച്ചു. പോലീസ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സമരം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. ഉപരോധ സമരത്തിന് റിയാസ് തോട്ടുങ്ങൽ, ഉസ്മാൻ കാച്ചടി, അയ്യൂബ് തലാപ്പിൽ, CH അബൂബക്കർ സിദ്ദീഖ്, KP നൌഷാദ്, K മുഈനുൽ ഇസ്ലാം, ബാപ്പുട്ടി ചമ്മാട്, അലി കുന്നേത്തേരി, സാദിഖ് കാവലൂർ, കള്ളിയത്ത് കുഞ്ഞ, ജുബൈർ തോറപ്പിൽ, ഇക്ബാൽ കൊടിഞ്ഞി എന്നിവർ നേതൃത്വം നൽകി. മലബാർ ടൈംസ്, മലപ്പുറം.